ഹലോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ അധികം ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഇന്നത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഇത്രയും വലിയൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഒരെണ്ണം എടുത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഗോൾഡിഷ് കളറാകുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കിലോ ചെമ്മീനാണ് കേട്ടോ. അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഹാഫ് കുക്കാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ബേ ലീഫ്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 4 സവാളയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുന്നത്. സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. മൂടി വെച്ചും തുറന്ന് വെച്ചിട്ടൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ഹാഫ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, അത്രയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി നന്നായി നൈസാക്കി അരിഞ്ഞതാണ്. അത് നന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 2 ഐറ്റംസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണമെന്നില്ല. ഞാൻ ചെമ്മീനിൽ മുളക് പൊടിയൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ഒന്ന് കളർ കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് ഹാഫ് വേവാക്കി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കുക. അടിയിൽ പിടിക്കാൻ പാടില്ല. ഇതിലേക്ക് 1/4 കിലോന് അരി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തതിന് ശേഷം അതിലേക്ക് ലെയറായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അധികം ഐറ്റംസുകളും നമ്മളിതിൽ ചേർത്തിട്ടില്ല. മീനിൻ്റെ ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അധികം സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും പിന്നെ നമ്മൾ വഴറ്റി ഫസ്റ്റിൽ എടുത്തിട്ടുള്ള മൂപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടിയാണ് നമ്മൾ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മസാല ഇട്ട് ഒരു ലെയറും കൂടി ഫില്ലാക്കി കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ലെയറും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇതിലേക്ക് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യ്, വഴറ്റി വെച്ചിട്ടുള്ള സവാള, മല്ലിയില അതൊക്കെയാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്ന കൈമയുടെ ഇലയാണ്. നമുക്കിപ്പോൾ കൈമയുടെ റൈസ് കൊണ്ടല്ല നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ള കൈമയുടെ ഇലയാണ് കേട്ടോ ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ദമ്മിലിടാം. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഈ പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കൈമയുടെ ഇലയൊക്കെ നന്നായി വാടി ആ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തന്നെയുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.